കുളത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഭീകര ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ലൊക്കേഷൻ സെയിം തന്നെ ഉണ്ടോ? വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. തമാശകൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ പ്രൈമിൽ സിനിമ കാണാമെന്ന് വിചാരിച്ചു. മൂന്നാമത്തെ തവണയാണ് അബദ്ധം പറ്റണേ. കുടുംബമായിട്ടിരുന്ന് സിനിമ കാണുമ്പോൾ പല പല നല്ലതല്ലാത്ത, നമ്മൾ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, അങ്ങനത്തേതല്ലാത്ത സിനിമകളൊക്കെ ഭയങ്കര വൃത്തികേടായിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എനിക്കൊരു പരീക്ഷണം ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കുളത്തിനടുത്തേക്ക് വന്നിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വീണേനെ, അതായത് കുളത്തിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വാഗ്വാദം ഉണ്ടായിരുന്നു, ഇതിൽ വലിയ മീനില്ല, ചെറുതേ ഉള്ളൂ എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാനിതിൽ കുറേ വലിയ വലിയ മത്സ്യങ്ങളെ വലുതാവണ മത്സ്യങ്ങളെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ വലുതായിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ SJ ആക്ഷൻ ഗെയിം വെള്ളത്തിലിടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കയറും സംഭവങ്ങളൊക്കെ സജ്ജീകരിക്കണം. നമുക്കത് ടൈം ലാപ്സായിട്ട് കാണാം, എന്നിട്ട് ബാക്കി വെള്ളത്തിൻ്റെ അടിയിൽ പോകാം. കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, SJ ആക്ഷൻ ക്യാമിന് നമ്മൾ കേസ് ഇട്ടിട്ടുണ്ട്. ഈ കേസ് ഇതിൻ്റെ കൂടെ തന്നെ വരണതാണ്. അതായത് 4,999 രൂപ കൊടുത്ത് ഞാൻ കേസ്, ക്യാമറ, പിന്നെ അതിലുള്ള സാവരജംഗമ വസ്തുക്കളൊക്കെ കിട്ടും. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ വെള്ളത്തിലിടണം. അപ്പോൾ വെള്ളത്തിലിടുന്നതിൻ്റെ മുമ്പേ ഇത് വെറുതെ അങ്ങോട്ട് ഇടാൻ വയ്യല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതിൽ കയറ് കെട്ടിയിട്ട് നമുക്കിതിന് വിലങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് അത് താഴേക്ക് ഇടണം. അങ്ങനെ താഴേക്ക് ഇടുകയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെള്ളത്തിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പം മത്സ്യം വലുതുണ്ടോ എന്നുള്ളത് നോക്കി കാണണമെങ്കിൽ ക്യാമറ വെള്ളത്തിൽ പോകണം. നായകൻ വെള്ളത്തിലേക്ക് ചാടുകയാണല്ലോ, നായികൻ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടാലോ. എന്തല്ലേ ആമസോണിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആമസോണിനെ കുറ്റം പറയണതല്ല, നമ്മൾ സെൻസർ ബോർഡ് സെൻസർ ചെയ്യുന്ന പല സാധനങ്ങളും ഇതിൽ എന്താ പറയുക, നമ്മൾ ആമസോൺ പ്രൈമിൽ വരുമ്പോൾ അത് സെൻസർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഈ തെറി വിളിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് കേൾക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. നമ്മൾ പൊതുവേ തെറി വിളിക്കേണ്ടത് വളരെ വളരെ ദുർലഭം, അതല്ലെങ്കിൽ വളരെ വിരളമായിട്ട് വിളിച്ചാലായി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഭാര്യയും അതുപോലെ അമ്മയുടെ എഴുത്തിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പടം വെച്ച് പുതിയ പടമാണ്, അത് കാണുമ്പോൾ തെറി പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് 1, 2 തവണയല്ല, 3, 4, 5 തവണയൊക്കെ പടം കാണാൻ നിർത്തി. ഇനി അത് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ കുഴപ്പമില്ല. അതുപോലെ പല പല റൊമാൻറ്റിക് സീനുകളൊക്കെ, നമ്മൾ വിചാരിക്കാത്ത സിനിമയിലൊക്കെ ഓരോരോ സീനുകളൊക്കെ വരുമ്പോൾ അയ്യേ, എന്തോ നമ്മുടെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഫാമിലിയുടെ കൂടെയല്ല കാണാറ്. പക്ഷേ എന്തോ ദഹിക്കണില്ല, ചില കാര്യങ്ങളൊന്നും ദഹിക്കാൻ എന്തോ നമ്മളെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കും അതല്ലേ. എന്തായാലും നമുക്കേ ഡയലോഗ് അധികം പറയണ്ട, കുളത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പുവരുത്തേണ്ടത് കയറും മുറിക്കാനുള്ള കത്തിയോ ബ്ലേഡോ അതൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ 3 പിരിയുള്ളൊരു കയറായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് 3 ഏഴയോ എന്താണെന്നാ പറയുക, അത് വേർപെടുത്താൻ 40 മിനിറ്റ് എടുത്തു. ക്യാമറ കയറിൽ കെട്ടിയിട്ടുണ്ട്. ഇനി ഒരു പരീക്ഷണം, അതൊന്ന് കറക്കി നോക്കട്ടെ, ഈ കയറിന് ഉറപ്പുണ്ടോയെന്ന് അറിയാം. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ എളുപ്പമല്ല എടുക്കാൻ, കരയിൽ വീണാൽ പൊട്ടില്ല. ഈ കേസ് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊന്ന് ചുഴറ്റി നോക്കട്ടെ.
ഡിസ്പ്ലേ പോയതുകൊണ്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും കാണാൻ വഴിയില്ല. കാണാൻ പറ്റും, പക്ഷെ അത് ഫോൺ വഴി ഞാൻ കാണേണ്ടി വരും, വൈഫൈ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് മണ്ണിൻ്റെ മുകളിൽ കൂടെ ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അതവിടെ ഒരു ഞണ്ടുണ്ട്. ആ ഞണ്ടിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഇതെന്തായാലും വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇത് തുറന്ന് നോക്കി കോപ്പി ചെയ്തതിന് ശേഷം അറിയാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വൈകുന്നേരം ഇങ്ങനെയൊരു പരീക്ഷണം ചെയ്യാൻ സഹായിച്ച ആർക്കാ നന്ദി പറയുക? പ്രകൃതിക്ക് നന്ദി. ഇന്ന് മഴക്കാർ 3-4 വാനരന്മാരവിടെ ഉണ്ട്. കുറേ ദിവസങ്ങളായിട്ട് മഴക്കാർ വരുന്നുണ്ട്, പക്ഷെ അത് പെയ്യണില്ല. അത് പെയ്താലാണ് നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുക. ഭയങ്കര ചൂടാണ്, ഗംഭീര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന വേർത്തൊഴുകും. 3 ഫാൻ വെച്ചിട്ടും കാര്യമില്ല. തെക്കുന്ന് ഫാൻ, വടക്കുന്ന് ഫാൻ, കിഴക്കുന്ന് ഫാൻ. അയ്യോ, ഇത് അഴിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അടുത്ത തവണ ഇങ്ങനത്തെ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും, പക്ഷേ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെരിയും. അപ്പോൾ നമ്മുടെ ഇമേജുകളൊക്കെ ചെരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു ഗ്ലാസിൻ്റെ ബോക്സോ എന്തെങ്കിലും തയ്യാറാക്കിയിട്ട് കറക്റ്റായിട്ട് ഇത് ഇടാം. ഒരു കാര്യം ഉറപ്പായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മത്സ്യം വലുതുണ്ടോ ചെറുതുണ്ടോ എന്നുള്ളൊരു വാഗ്വാദം നടക്കുന്നുണ്ടായിരുന്നു എന്ന്. വലുതുണ്ട്. 3-4 തവണ ക്യാമറയിൽ പതിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 3 തവണ അത് 4 തവണ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര തവണ ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് അറിയില്ല. അതുമാത്രമല്ല, ഞാൻ 2 തവണ കണ്ടു. നല്ല കറുത്ത മീനാണ്. മത്സ്യം ജഷം. അപ്പോൾ അത് എന്താണ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ കൊണ്ടിട്ടത് എന്താ റോഹു എന്നുള്ള സാധനമാണ്. പക്ഷേ റോഹു കറുത്തിട്ടാണോ? എനിക്ക് മത്സ്യത്തെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ ഫിഷിംഗ് ഫ്രീക്സ് കണ്ട് ഞാനൊരു ഫ്രീക്കായി. കാരണം വലിയ സെബിൻ്റെ വീഡിയോസ് ഗംഭീര വീഡിയോസാണ്. അപ്പോൾ ഞാനിപ്പോൾ മീൻ പിടിക്കാനുള്ള പരിപാടിയിലൊന്നുമല്ല. ഇതും കൊണ്ട് നമുക്കിനി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് നോക്കാം. അമ്മേ, ഇപ്പോൾ തന്നെ വീണേനെ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. ഇനി ഇത് കോപ്പി ചെയ്ത് കണ്ടിട്ട് ഈ കയറ് ഇവിടെ തന്നെ ഇടാം. അതനുസരിച്ച് ബാക്കി. അപ്പോൾ എല്ലാവരെയും നാളെ കാണാം. നാളെ എന്തായിരിക്കും എന്നുള്ളത് നാളെ പറയാം. നാളെ ഒരു യാത്രയുണ്ട്. മീറ്റിങ്ങുകൾ വീണ്ടും തുടങ്ങുകയായി. അയ്യോ, കുഴപ്പമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കുഴപ്പമുണ്ട്. കാർ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. നല്ല ഗിയർ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി നാളെ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ ബൈ.